उस वर को लोगों को दिया था, लेकिन वो बंद हो गया। കൊരിന്ത്യർ 1 കൊരിന്ത്യർ 13 अध्यायത്തിൽ നാം വായിക്കുന്നുണ്ട്, ഭാഷാവരമോ നിന്നുപോകും. पहला कोरिन्थी 13 अध्याय में ऐसे पढ़ते हैं, भाषा का वर तो बंद हो जाएगा, പ്രവചനമോ അത് പോയി പോകും, भविष्यवाणी भी बंद हो जाएगा, ജ്ഞാനമോ അത് പോയി പോകും. ज्ञान भी बंद हो जाएगा। പ്രാരംഭ നാളുകളിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു. ഈ കൃപാവരങ്ങളെല്ലാം ദൈവം സഭയ്ക്ക് നൽകിയതാണ്. और शुरुआत में कलीसिया को परमेश्वर ने स्वर्ग वरों को दिया था। എന്നാൽ ദൈവവചനത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ താൽക്കാലികമായ കൃപാവരങ്ങൾ നിന്നുപോകുവാനായിട്ട് ഇടയായിട്ട്, और परमेश्वर का जो वचन पूर्ण रूप से हमारे हाथ में आ गया था, इत्यादि वर सब बंद हो गया है। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ സഭാ രൂപീകരണ വേളയിൽ ആ 120 പേർ രക്ഷിക്കപ്പെട്ട കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ വിശ്വസിച്ച ആ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനായിട്ട് ഇടയായിട്ട്, प्रभु यीशु मसीह को जानने वाले 120 लोगों के अंदर पवित्र आत्मा आ गया है। കർത്താവ് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും, और पवित्र आत्मा के द्वारा तुम्हें बपतिस्मा मिलेगा। അപ്പോൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? पवित्र आत्मा कब मिल सकता है? ഇന്ന് പല സ്ഥലങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന, അങ്ങനെ ഉപദേശം പഠിപ്പിക്കുന്ന അനേകരെ കാണാനായിട്ട് സാധിക്കും. कुछ कलीसिया में ऐसा शिक्षा देते हैं, उद्धार पाने के बाद, बपतिस्मा लेने के बाद पवित्र आत्मा के लिए इंतजार करना पड़ेगा। എന്നാൽ പരിശുദ്ധാത്മാവ്, ദൈവം പരിശുദ്ധാത്മാവിനെ പകരുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ആദ്യദാനമാണ് പരിശുദ്ധാത്മാവ്. और उद्धार पाए हुए व्यक्तियों को देने वाला पहला गिफ्ट है, दान है पवित्र आत्मा। പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. यदि पवित्र आत्मा नहीं मिला, उसका मतलब वो उद्धार नहीं पाया है। നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ ഒരു ദൃഷ്ടാന്തം കാണാൻ സാധിക്കുന്നുണ്ട്. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് സുവിശേഷം അറിയിച്ചു. और प्रेरितों का काम एक दृष्टांत हम दे सकता है। कोर्नेलियुस का घर में पत्रोस ने सुसमाचार सुनाया है। അവിടെ കൊർന്നലിയോസ് ആരാണ്? कोर्नेलियुस कौन था? യഹൂദനാണോ? यहूदी था। കൊർന്നലിയോസ് ഒരു ജാതീയനാണ്. कोर्नेलियुस अन्य जाति का व्यक्ति था, യഹൂദനല്ല, और यहूदी धर्म जाति का नहीं था। പ്രാരംഭ നാളുകളിൽ 4 നിലയിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. और शुरुआत में परमेश्वर के आत्मा 4 रीति से कार्य किया है, वो हम वचन से देखते हैं। യഹൂദന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് നാം ഇവിടെ വായിച്ചു, കാത്തിരുന്ന് പ്രാപിച്ചു. और यहूदी लोग पवित्र आत्मा को प्राप्त करने के लिए यरूशलेम में रहते हुए प्राप्त किया है। അവരാണ് കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. और इंतजार कर पवित्र आत्मा को प्राप्त करने वाला यहूदी लोग। അതുവരെ പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. उसी समय तक पवित्र आत्मा आएगा, वापस भी जाते थे। പഴയ നിയമത്തിൽ നാം വായിക്കുന്നത്, പ്രത്യേകമായ ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിക്കപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. विशेष रूप से सेवा के लिए अलग किया हुआ लोगों के अंदर पवित्र आत्मा आते थे। ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനുള്ളിലേക്ക് വന്നു. दाऊद को राजा का रूप में जब अभिषेक किया था, परमेश्वर की आत्मा उनके अंदर आया। അഹരോനെ മഹാപുരോഹിതനായിട്ട് നിയോഗിച്ചപ്പോൾ അവനെ അഭിഷേകം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനുള്ളിലേക്ക് വന്നു. हारून को महायाजक के रूप में अभिषेक किया था, उसी समय परमेश्वर की आत्मा उनके अंदर आए। എന്നാൽ അഹരോനിൽ നിന്ന് തന്റെ മകനിലേക്ക് അത് പകരപ്പെടുവാനായിട്ട് ഇടയായി. और अहरोन से अपने बेटे के ऊपर लाने के अवसर मिला है। എന്നാൽ നാം ഇവിടെ വായിക്കുന്നത്, പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിനായിട്ട് ലോകത്തിലേക്ക് വന്നു. और प्रेतों का काम में बढ़ते हैं, पवित्र आत्मा हमेशा के लिए यहाँ पर रहने के लिए आया था। ഇന്ന് ദൈവത്തിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. और परमेश्वर का प्रतिनिधि है पवित्र आत्मा। പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ സഭയിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിലുണ്ട്. और पिता पुत्र पवित्र आत्मा, अभी पवित्र आत्मा धरती में है, कार्य कर रहे हैं। ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, രക്ഷിക്കപ്പെടുക, നാം മാനസാന്തരപ്പെട്ട് പാപമേറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവാണ്. और एक व्यक्ति मन फिराकर प्रभु यीशु मसीह को अपने हृदय में स्वीकार करते, उसी समय पवित्र आत्मा हमारे अंदर आते हैं। അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമെന്ന് പറയുന്നത് എന്താണ്? और पवित्र आत्मा का बपतिस्मा लेने का मतलब क्या है? പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? और पवित्र आत्मा का बपतिस्मा का मतलब क्या है? അപ്പോൾ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ നടക്കുന്നതായ 4 കാര്യങ്ങൾ
ഒന്ന് പരിശുദ്ധാത്മാവിനാൽ അവനെ മുക്കുന്നു, പരിശുദ്ധാത്മാവിൽ അവനെ സ്നാനപ്പെടുത്തുന്നു. और एक व्यक्ति उद्धार पाते समय होने वाला 4 बातों से एक बात है, पवित्र आत्मा में उसको डुबाते हैं. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ അവനെ അഭിഷേകം ചെയ്യുന്നു. और दूसरी बात, पवित्र आत्मा के द्वारा उनको अभिषेक करते हैं. ഇന്ന് നമുക്കറിയാം ചില വിഭാഗങ്ങളിലൊക്കെ ആളുകള് അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക. और कुछ कलीसियाओं में लोग अभिषेक प्राप्त करने के लिए इंतजार करते हैं. അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ അവനെന്ത് ചെയ്യും? यदि अभिषेक प्राप्त नहीं किया तो कुछ समय के बाद वो क्या करेगा? അവനെ അംഗീകരിക്കുകയില്ല, और उसको मानेगा नहीं. അപ്പോൾ അഭിഷേകം പ്രാപിക്കുന്നത് എപ്പോഴാണ്? രക്ഷിക്കപ്പെട്ട മാത്രയിൽ നടക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം. और उद्धार पाते समय पवित्र आत्मा के द्वारा बपतिस्मा भी होगा, पवित्र आत्मा के द्वारा हमें अभिषेक भी करेगा. പരിശുദ്ധാത്മ മുദ്രണം, और पवित्र आत्मा का मोहर लगाते हैं. നാം ഒരു ലെറ്റർ കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്താൽ हम एक चिट्ठी पोस्ट ऑफिस में डालने से അവരതിൽ സീൽ और लोग उसके ऊपर मोहर लगाते हैं. പിന്നെ അവരുടെ അണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ അധീനതയിലാണ് ആ ലെറ്റർ. और अभी उनके कब्जा में है. നമ്മയൊക്കെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? और हम उद्धार पाते समय क्या किया है? നമ്മയൊക്കെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിട്ടുണ്ട്. और पवित्र आत्मा का मोहर लगाए हुए हैं. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിട്ടില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടാത്തവനാണ്. यदि पवित्र आत्मा का सील नहीं लगाए हुए व्यक्ति है तो उद्धार पाया हुआ नहीं. പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരല്ല. पवित्र आत्मा के द्वारा हम अभिषेक प्राप्त नहीं किया तो हम उद्धार पाए हुए लोग नहीं है. പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ട ഗണത്തിലുള്ളവരല്ല. पवित्र आत्मा के द्वारा हम बपतिस्मा नहीं लिया है तो हम उद्धार पाए हुए लोग नहीं है. അപ്പോൾ പരിശുദ്ധാത്മാ സ്നാനം, പരിശുദ്ധാത്മാ അഭിഷേകം, പരിശുദ്ധാത്മാ മുദ്രണം മാത്രമല്ല പരിശുദ്ധാത്മാ അച്ചാരം. और पवित्र आत्मा का बपतिस्मा, पवित्र आत्मा के अभिषेक, पवित्र आत्मा के द्वारा हमें मोहर किया हुआ है और पवित्र आत्मा के द्वारा हमें एडवांस दे रखा है. അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നാം കുറച്ച് അതിനൊരു പൈസ കൊടുക്കും, അത് ഉറപ്പിക്കും ഈ വസ്തു ഞാൻ വാങ്ങി എന്നുള്ളതായ ഒരു കരാർ. और ये चीज मैंने खरीद लिया है उसका एक एग्रीमेंट है. ഈ നിലയിൽ രക്ഷിക്കപ്പെട്ട നാം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ്. और उद्धार पाए हुए लोग पवित्र आत्मा के द्वारा बपतिस्मा पाए हुए लोग हैं. അപ്പൊ ആ സ്നാനം എന്ന് പറഞ്ഞാൽ സ്നാനം ഒന്നാണ്, പക്ഷെ സ്നാനത്തിന് 2 വശം ഉണ്ട്. और बपतिस्मा तो एक है और उसको 2 साइड है. പൊരുളുമുണ്ട്, നിഴലുമുണ്ട്. और उसका जो छाया भी है उसका मतलब भी है. അപ്പൊ പൊരുളില്ലെങ്കിൽ എന്തില്ല? मतलब नहीं है तो क्या नहीं है? നിഴലുമില്ല, छाया नहीं है. അപ്പോ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം പ്രാപിച്ചു. और जब हम उद्धार पाया था उसी समय पवित्र आत्मा के द्वारा बपतिस्मा എന്നാൽ ഈ സ്നാനത്തിന്റെ മറ്റൊരു വശമാണ് വെള്ളത്തിലുള്ളതായ സ്നാനം. और इस बपतिस्मा का दूसरा मतलब है पानी में डूब के जो बपतिस्मा. ആന്തരിക സ്നാനം നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. अंदर के बपतिस्मा हम देख नहीं सकता. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുവാനിടയായി തീർന്നു. परमेश्वर की आत्मा हमारे अंदर जब आते हैं हम नया सृष्टि हो जाते हैं. അങ്ങനെ ആത്മീക സ്നാനം പ്രാപിച്ചവരെയാണ് ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ജലസ്നാനവും നടത്തുവാനായിട്ട് കൽപ്പിച്ചിട്ടുള്ളത്. और पवित्र आत्मा के द्वारा जो अंदर का बपतिस्मा हुआ है उनको पानी में भी बपतिस्मा देते हैं. പിന്നീട് ആ വിഷയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇവിടെ നാം ചിന്തിക്കുന്നത് പെന്തക്കോസ്ത് ദിനത്തിൽ സഭ സ്ഥാപിതമാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. और उस बात को हम बाद में सोचेंगे. यहाँ पर पेंतकोस्त का दिन कलीसिया का शुरुआत हुआ है उसके बारे में से. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. परमेश्वर की आत्मा उनके अंदर आने का समय मिला है. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവരെന്താ ചെയ്തത്? और परमेश्वर की आत्मा उनके अंदर आया तो उन्होंने क्या किया था? ഇന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നാം ചെയ്യേണ്ട കാര്യം എന്താണ്? और परमेश्वर की आत्मा हमारे अंदर आएगा तो हम क्या करना है? കർത്താവ് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനേക്കാൾ മുൻപ് കർത്താവ് അവരോട് ഒരു കാര്യം പറഞ്ഞു. पवित्र आत्मा आने से पहले प्रभु यीशु मसीह कुछ बात उनको बताया था. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവ് അവരോട് നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. हाँ, पवित्र आत्मा तुम तुझ पर आएगा, तुम क्या करना है उस बात को पवित्र आत्मा आने से पहले प्रभु यीशु मसीह ने शिष्यों को बताया था। അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8-ാം വാക്യം വായിക്കാം. प्रेरितों का काम 1 अध्याय 8वां वचन पढ़ेंगे। पर जहाँ पवित्र आत्मा तुहाडे उत्ते आएगा तब तुसी शक्ति पाओगे अते यरूशलेम और सारे यहूदिया अते सामरिया विच सगों धरती दे बन्ने तीकर मेरे गवाह होवोगे. അവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. पवित्र आत्मा तुझ पर आएगा, तुम शक्ति प्राप्त करेंगे, सामर्थ्य पाओगे. കർത്താവിന്റെ ശിഷ്യന്മാർ പത്രോസൊക്കെ വളരെ പേടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. और पत्रोस बहुत डरने वाला व्यक्ति था, हम जानते हैं. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിനെ അവിടെ തള്ളിപ്പറയുവാനായിട്ടിടയായി തീർന്നു. और इसीलिए पत्रोस ने प्रभु यीशु मसीह को इनकार किया था. കർത്താവിനെ ക്രൂശിക്കുന്ന വേളയില് പത്രോസും അവിടെ ചെന്നു. ആ ന്യായവിസ്താരമൊക്കെ നടത്തുമ്പോൾ അപ്പോൾ അവിടെ വന്നൊരു സ്ത്രീ പറഞ്ഞു, ഇവനും അവരുടെ കൂട്ടത്തിലുള്ളതാ. പത്രോസ് പറഞ്ഞു, ഞാൻ ഇവനെ അറിയില്ല. प्रभु यीशु मसीह को पकड़ के लेके गया था. उसी समय पत्रोस भी पीछे पीछे चलते थे. एक स्त्री ने आकर बताया था ये भी उनके साथ था. पत्रोस ने बताया मैं नहीं जानता हूँ. പത്രോസ് അതിനേക്കാൾ മുൻപ് പറഞ്ഞു, ആരൊക്കെ നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ ഒരു നാളും വിട്ടുപോകുകയില്ല. उससे पहले पत्रोस ने बताया था सब लोग तुझे छोड़ के जाएगा लेकिन मैं कभी नहीं जाऊंगा. എന്ന കർത്താവ് അവനോട് പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂവുന്നതിനേക്കാൾ മുൻപ് നീ എത്ര പ്രാവശ്യം എന്നെ തള്ളി പറയും? और आज मुर्गा बांग देने से पहले तू कितना बार मुझे इनकार करेगा? 3 പ്രാവശ്യം. 3 പ്രാവശ്യം അവിടെ തള്ളി പറഞ്ഞപ്പോൾ കോഴി ഊകി എന്നാണ് വായിക്കുന്നത്. और 3 बार उन्होंने इनकार किया था, उसके बाद मुर्गा बांग दिया. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നിരുന്നില്ല. അവൻ ഭയങ്കര ഭയം അന്ന് അവനുണ്ടായിരുന്നു. उस समय पवित्र आत्मा उसके अंदर नहीं था, इसलिए बहुत डरते थे. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോഴോ और लेकिन पवित्र आत्मा उसके अंदर आया था, താൻ ശക്തി പ്രാപിച്ചു. और सामर्थ्य पाया है. യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. यरूशलेम और यहूदिया और समरिया और संसार की चोर तक मेरा गवाह होंगे. ഇവർ ആദ്യം സാക്ഷികളായത് എവിടെയാ? और पहले गवाही कहाँ दिया था? യെരൂശലേമിൽ അവർ സാക്ഷീകരിച്ചു. പെന്തക്കോസ്ത് ദിനത്തിൽ യെരൂശലേമിൽ കർത്താവിന്റെ സാക്ഷി വഹിച്ചു. और यरूशलेम में प्रभु यीशु मसीह का गवाही दिया था. അവിടെ നാം വായിക്കുന്നുണ്ട്, അവിടെ ശിഷ്യന്മാര് അവരോട് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അറിയിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, ഇവര് മദ്യം കഴിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്, അതിൽ നിന്ന് സംസാരിക്കുന്നതാണ്. और जब पवित्र आत्मा पाकर अन्य भाषा में बोला था, परमेश्वर का श्रेष्ठ कार्यों को बताया था, लोग बोलने लगे थे ये तो दारू पी रखा है. പത്രോസ് അവിടെ നിന്നുകൊണ്ട് ആ 11 പേരോടുകൂടെ നിന്നുകൊണ്ട് പത്രോസ് എന്ന് പറഞ്ഞു. और लेकिन 11 लोगों के साथ खड़े होकर पत्रोस ने क्या किया है? യഹൂദ പുരുഷന്മാരെ, യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. और सामर्थ्य पाने के बाद पत्रोस का शक्ल बदल दिया, बोलने का तरीका बदल दिया. ए यरूशलेम के लोगों, ये बात तुम लोग समझना है, मुझे ध्यान से सुनो. പത്രോസിന്റെ ഒരു നീണ്ട പ്രസംഗം അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. और पत्रोस का बहुत बड़ा प्रचार वहां पर हम देखते हैं. അതിന്റെ പ്രാരംഭ ഭാഗത്ത് നാം അവിടെ വായിക്കുന്നത്, അവിടെ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവചനത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. और अंतिम समय में सारे लोगों के अंदर पवित्र आत्मा देंगे, भविष्यवक्ता योएल ने बताया था. എന്നിട്ട് 21-ാം വാക്യത്തിൽ അവിടെ പത്രോസ് പറയുകയാണ്, യോവേലിന്റെ ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറയുകയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. योएल भविष्यवक्ता का वचन को लेकर प्रभु का दास पत्रोस कहते हैं, जो कोई प्रभु का नाम लेगा वो उद्धार पाएगा. അപ്പോൾ കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സകല മനുഷ്യരെയും രക്ഷിക്കുക എന്നുള്ളതാണ്. और प्रभु का मुख्य लक्ष्य इधर सब लोगों को बचाना है. അതിനുള്ളതായ ഏക വ്യവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസത്താൽ വിളിച്ചപേക്ഷിക്കുക. और उसका एक ही व्यवस्था है, विश्वास के द्वारा नाम लेना. പത്രോസിന്റെ പ്രസംഗമാണ് തുറന്ന് കാണാൻ സാധിക്കുന്നത്. 1-2 വാക്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് വായിക്കാം. 22-ാം വാക്യം വായിക്കാം. 22 മുതൽ 24 വരെയുള്ളതായ വേദഭാഗം വായിക്കാം. 22 से लेकर 24 तक हम पढ़ेंगे. पंजाबी में पढ़ लीजिए. दूसरा अध्याय 22 से लेकर 24 तक. Action. एकदम का हाँ 22 हे इस्राएलियो, ਇਹ ਗੱਲਾਂ ਸੁਣੋ ਕਿ ਯਿਸੂ ਨਾਸਰੀ ਇੱਕ ਮਨੁੱਖ ਸੀ ਜਿਹਦੇ ਸੱਤ ਹੋਣ ਦਾ ਪ੍ਰਮਾਣ ਪਰਮੇਸ਼ਰ ਦੀ ਵੱਲੋਂ
ਉਹਨਾਂ ਕਰਾਮਾਤਾਂ ਤੇ ਅਚੰਭਿਆਂ ਤੇ ਨਿਸ਼ਾਨੀਆਂ ਨਾਲ ਤੁਹਾਨੂੰ ਦਿੱਤਾ ਗਿਆ ਜੋ ਪਰਮੇਸ਼ਰ ਨੇ ਉਹਦੇ ਹੱਥੀਂ ਤੁਹਾਡੇ ਵਿੱਚ ਵਿਖਾਲੀਆਂ, ਜਿਹਾ ਤੁਸੀਂ ਆਪ ਜਾਣਦੇ ਹੋ। ਉਸੇ ਨੂੰ ਜਦ ਪਰਮੇਸ਼ਰ ਦੀ ਠਹਿਰਾਈ ਹੋਈ ਮੱਤ ਅਤੇ ਅਗੰਮ ਗਿਆਨ ਦੇ ਅਨੁਸਾਰ ਹਵਾਲੇ ਕੀਤਾ ਗਿਆ, ਤੁਸਾਂ ਬੁਰਿਆਰਾਂ ਦੇ ਹੱਥੀਂ ਸਲੀਬ ਦੇ ਕੇ ਮਰਵਾ ਦਿੱਤਾ। ਉਸੇ ਨੂੰ ਪਰਮੇਸ਼ਰ ਨੇ ਕਾਲ ਦੇ ਬੰਧਨ ਖੋਲ ਕੇ ਜਵਾਲਿਆ, ਕਿਉਂ ਜੋ ਇਹ ਅਣਹੋਣਾ ਸੀ ਕਿ ਉਹ ਉਸ ਦੇ ਵੱਸ ਵਿੱਚ ਰਹੇ। ਇਸ ਲਈ ਕਿੰਨੇ ਤੱਕ